15-ാം വയസ്സിൽ ഭാഷാ സമരത്തിലൂടെ മുസ്ലിം ലീഗിലേക്ക് കാൽച്ചുവട് വെച്ച ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. പാർട്ടിയിൽ പ്രവർത്തിച്ച സമയം തന്നെ ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടിന്റെ സാഹിബിന്റെ കൈപിടിച്ചായിരുന്നു പാണക്കാട്ടേക്കുള്ള ആദ്യത്തെ അദ്ദേഹത്തിന്റെ കാൽവെപ്പ്. അദ്ദേഹത്തിന്റെ മരണം വരെ ആ കാൽവെപ്പ് അദ്ദേഹം പിന്നോട്ട് വെച്ചിട്ടില്ല. ഓരോ നിമിഷവും അദ്ദേഹം മുന്നോട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. ശിഹാബ് തങ്ങളും ഹൈദരലി തങ്ങളും തുടങ്ങി ഇപ്പൊ സാദിഖലി തങ്ങളാണ് പാണക്കാടുള്ളത്. ആ തങ്ങളുള്ള സമയം വരെ ഒരു കൈയിൽ എപ്പോഴും ഉണ്ണികൃഷ്ണൻ ഉണ്ടാവും. ആ കൈ ഇന്നും വിടാതെ ഇന്ന് ആ കൈ വന്ന് എത്തിയിരിക്കുന്നത് അഡ്വക്കേറ്റ് എ പി സ്മിച്ചിയുടെ അടുത്താണ്. ഇന്നേക്ക് അച്ഛൻ മരണപ്പെട്ടിട്ട് 1 വർഷവും 5 മാസം തികയുന്നു. സാധാരണ പൊതുവേദികളിൽ ഒരു കുടുംബത്തിലെ ഒരു നേതാവ് അല്ലെങ്കിൽ ഒരു പ്രവർത്തകൻ മരിച്ചു കഴിഞ്ഞാൽ 1-2 ദിവസം മാത്രം മറ്റു പാർട്ടികളിലുള്ളവർ പോവുകയും അവരുടെ ദുഃഖം പ്രകടിപ്പിക്കുകയും ഒരു ആശ്വാസവാക്ക് പറഞ്ഞ് തിരികെ പോവുകയാണ് ചെയ്തത്. എന്നെ സംബന്ധിച്ച് ഈ 1.5 വർഷക്കാലം എന്ന് പറയുന്നത് എന്റെ കൂടെ എന്റെ ഒപ്പം എന്റെ തങ്ങളുണ്ടായിരുന്നു, എന്റെ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉണ്ടായിരുന്നു, എന്റെ പ്രവർത്തകരുണ്ടായിരുന്നു. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിലെ ഓരോ ചെറുതും വലുതുമായ പ്രവർത്തകർ ഈ 1.5 വർഷക്കാലം ഞങ്ങളുടെ കൂടെ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ചോദിച്ച് ഫോൺ കോളുകളും വിളികളുമായി വീട്ടിൽ തന്നെയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അച്ഛൻ ഈ 1.5 വർഷക്കാലം ഇല്ല എന്നുള്ളൊരു സങ്കടം ഞങ്ങളിലേക്ക് എത്തിയിട്ടില്ല. ഓരോ പരിപാടികളിൽ പോകുന്ന സമയം തങ്ങളെക്കുറിച്ച് ഞാൻ എപ്പോഴും സംസാരിക്കാറുണ്ട്. അത് സംസാരിക്കാതെ പോയി കഴിഞ്ഞാൽ അത് നമ്മളോട് ചെയ്യുന്ന ഒരു തെറ്റായി പോകും, അല്ലെങ്കിൽ പടച്ച റബ്ബിനോട് ചെയ്യുന്ന പൊരുത്തപ്പെടാൻ പറ്റാത്ത ഒരു കാര്യമായിരിക്കാം അല്ലെ. നമുക്ക് ഓരോരുത്തർ അവരുടെ ജീവിതത്തിൽ തരുന്ന പ്രാധാന്യം അതൊരു മറ്റു മതസ്ഥയായിരിക്കാം. ഞാൻ ശ്രീനാരായണ ഗുരു പറഞ്ഞതുപോലെ ഒരു ജാതി ഒരു ദൈവം ഒരു മതം, അതെന്നെ സംബന്ധിച്ച് ഒന്നാണ്. നിങ്ങൾ എന്റെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്റെ വീടിന്റെ ഉമ്മറപ്പടിയിൽ 2 പേരുടെ ഫോട്ടോ മാത്രമേ നിങ്ങൾക്ക് കാണാൻ പറ്റൂ. ഒന്ന് ഞാൻ വിശ്വസിക്കുന്ന എന്റെ മതമായ ഹിന്ദു മതത്തിലെ ഭഗവാൻ ശ്രീകൃഷ്ണനും തൊട്ടപ്പുറത്ത് ഹൈദരലി തങ്ങളും ശിഹാബ് തങ്ങളുടെ മുഖം മാത്രമായിരിക്കും.